ഒരാള് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണോ? അതുപോലെ ഒരു ജെന്യൂൻ ആയ ഒരാൾ ഉറപ്പായിട്ടും. ഓ എന്റെ പൊന്നാറാട്ടെണ്ണ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും. ഇനി നിങ്ങൾ വല്ല എനിക്ക് ക്രഷ് ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷ വാർത്ത. നമ്മുടെ ആറാട്ടണ്ണന് പെണ്ണ് കിട്ടി. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആറാട്ടണ്ണന് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്, ഒരു ഇന്റർവ്യൂ അടക്കം ആറാട്ടണ്ണനെ ഭയങ്കര ഇഷ്ടമാണ്, ട്രൂ ലവ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആ ഇന്റർവ്യൂ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഒരാള് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പിയാണോ? അതുപോലെ ഒരു ജെന്യൂൻ ആയ ഒരാൾ ഉറപ്പായിട്ടും. ഓ എന്റെ പൊന്നാറാട്ടെണ്ണ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും. ഇനി നിങ്ങൾ വല്ല എനിക്ക് ക്രഷ് ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുന്നു. ഇതിനപ്പുറം എനിക്ക് ചെയ്തു തരാൻ പറ്റൂല. എന്റെ അമ്മയാണ് സത്യം. ഇത് ആറാട്ടെണ്ണ അവിടെ നിന്ന് ചിരിക്കുന്നത്. പോയിട്ട് ആറാട്ടെണ്ണനോട് ഉണ്ടെങ്കിൽ ഒരു ലവ് ട്രാക്ക് ശരിക്കും ആറാട്ടെണ്ണനോട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് പറയൂ. ചേട്ടൻ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്താ, ഞാൻ ചേട്ടൻ നല്ല ഫാനാണ്. എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. പിന്നെ കുറച്ചൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ഉപേക്ഷിച്ച ചേട്ടൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ചേട്ടൻ ഈ മറ്റേ അന്യൻ സിനിമയിൽ പറഞ്ഞല്ലേ, ജീൻസ് പൊടുത്തുമാ, ടീഷർട്ട് പൊടുത്തുമാ, അങ്ങനെ പുള്ളി സ്റ്റൈലായിട്ട് വന്നു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയണം, അണ്ണൻ ഈ ലൈവിലാണെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോഴും മുഖത്തിന്റെ ഇവിടെ മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ കാണിക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് കാണിക്കുമോ. ഇങ്ങനെ മുഖത്ത് ഇവിടെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ വീഡിയോ എടുക്കുന്നത്. എന്തോ രാത്രിയാണ്, രാത്രിയിലാണെന്ന് എനിക്കറിയില്ല. പുള്ളി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷെ പുള്ളി കുറച്ചൊന്ന് പൊക്കി വെച്ച ഫേസ് ഫുള്ള് കാണുന്ന രീതിയിൽ. അത് നിങ്ങൾ സെറ്റ് ആയതിനു ശേഷം രണ്ടുപേരായിട്ട് പ്ലാൻ ചെയ്ത് ട്രൈപോഡൊക്കെ വാങ്ങിച്ചു വെച്ച് വീഡിയോ എടുത്താൽ മതി. അപ്പൊ അങ്ങനെ എടുക്കണം എന്റെ റിക്വസ്റ്റ്. അതെ. അപ്പോ ആറാട്ടണ്ണനെ ഇഷ്ടമാണെന്ന് ഒരു പെൺകുട്ടിയെങ്കിലും തുറന്നു പറഞ്ഞല്ലോ, സന്തോഷം. കാരണം ഒരുപാട് പേരുടെ പുറകെ എല്ലാവരും ഒരു കോഴിയായി കാണുന്ന സമയത്തും കാട്ടുകോഴിയായാലും കുഴപ്പമില്ല ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുഷ അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു നന്മ മനസ്സ് ആരും കാണാതെ പോകരുത്. പക്ഷേ എന്തായാലും നമ്മുടെ ആറാട്ടണ്ണൻ ഈ പറഞ്ഞതുപോലെ മഞ്ജുഷയെ നേരിട്ട് കണ്ടിരിക്കുന്നു. ഗായ്സ് കണ്ടോ, സെൽഫി ഞാനിവിടെ കൊടുക്കാം. മഞ്ജുഷയെ നേരിട്ട് കണ്ടിട്ടുണ്ട്, സെൽഫി എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് ചരിത്രമാകാം. നിങ്ങൾ ആരും കാണാത്തതും ഞാനും കാണാത്തതുമായ ചരിത്രമാകാം. പക്ഷേ അറിയില്ല, ഇനി ആറാട്ടണ്ണൻ്റെ ഒരു കല്യാണമാണോ, ആറാട്ടണ്ണന് പുതിയ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണോ, ഒന്നും അറിയില്ല. ഐ ഡോണ്ട് നോ, കിളി വിളിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ. ആറാട്ടണ്ണൻ സെൽഫി, മഞ്ജുഷ സെൽഫി. അപ്പൊ നിങ്ങൾ സെറ്റായല്ലേ? ആറാട്ടണ്ണനെ ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് വയ്യ. പക്ഷെ ആറാട്ടണ്ണൻ ഈ സെൽഫിയും കൊടുത്തിട്ട് ഒന്നും അറിയാത്ത പിഞ്ച് കുഞ്ഞിനെ പോലെ ആറാട്ടണ്ണൻ ചാനലിൽ വീഡിയോ ഇട്ടിരിക്കുകയാണ്. ബിഗ് ബോസ് നിർത്തണമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. പച്ചയ അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഊളപ്പരിപാടിയാണ്. നെഗറ്റീവ് സാഡിസം നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു ഗെയിമാണ്. ഇതെങ്ങനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയില്ല. ഇത് ഒറിജിനൽ അമേരിക്കയിലെ ഒരു പ്രോഗ്രാമാണ്. തമിഴ് മറ്റുള്ള പിന്നോട്ട് കുറച്ച് നന്നായിട്ട് കാണിക്കും. അങ്ങേയറ്റത്തെ നെഗറ്റീവ് എനർജി, അങ്ങേയറ്റത്തെ സാറ്റിസ്ഫാണ്. ഇത് ഈ പ്രോഗ്രാം കൊണ്ട് ആകെ ഗുണമുള്ള ലാലേട്ടനാണ്. മോഹൻലാലിനാണ് കാശ് കിട്ടും. വേറെ ഇപ്പം മണിക്കൂട്ടിനുള്ള ഇതിൻ്റെ ചാമ്പ്യനായിട്ട് എന്ത് കിട്ടി? ഒരു ഗുണവും കിട്ടിയില്ല. കുറച്ചേരം ഗുണമുണ്ടായ റോബിനാണ്. ഈ പരിപാടി നിർത്തിക്കളാണ്. ഈ പരിപാടി വെച്ച് ഒരുപാട് ആരോപണം വരുന്നുണ്ട്. ഇത് കാസ്റ്റിംഗ് കൗച്ചുണ്ട്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അഖിൽമാരെന്ന് പറഞ്ഞിട്ടുണ്ടായ ഒരു ഊഴ പരിപാടിയാണ്. ഒരു സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നുണ്ട്, നെഗറ്റിവിറ്റി ഉണ്ടാക്കുക. എന്തൊരു ആർഗ്യുമെൻ്റൊക്കെയാണ്. എന്നെ രണ്ടാമത് ലിസ്റ്റ് ചെയ്യാൻ എനിക്ക് പാർട്ട്ണർ ഫോണല്ല. എന്നെ വിളിച്ചാലേ ഞാൻ പോവില്ല. വേറെ പോലെ ഊഴകൾക്ക് പറ്റിയ പരിപാടിയാണ്. ഇങ്ങനെ ഒരു നമുക്ക് സെലിബ്രിറ്റീസ് എല്ലാവർക്കും സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ സമൂഹത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കണം. സോഷ്യൽ മീഡിയ പോലെ എത്ര ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള ആരെങ്കിലും പരിപാടി കാണും. ഞാൻ ആകെ വേണം ലാലേട്ടനെ കാണും. വളരെയധികം സാഡിസ്റ്റ് നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇങ്ങനെ പ്രോഗ്രാമിൽ നിർത്തിക്കളയണം. പുതിയ കാര്യം പറഞ്ഞില്ലേ, കാസ്റ്റിംഗ് കൗച്ച്, പിന്നെ ഡ്രഗ്സ്, അഖിൽമാരിൽ ഇത് പണ്ടേ പറയേണ്ടതാണ്.
ഇപ്പോൾ പറയുന്നത് എന്താണ് കാര്യം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എല്ലാവരും നിർത്തിക്കളയാണ്. സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യുന്നില്ല. മലയാളികളെ മണ്ടന്മാരാക്കുക, മലയാളികളെ ഭ്രാന്തന്മാരാക്കുക, മലയാളികളെ നെഗറ്റീവിലേക്ക് ലീഡ് ചെയ്യുക, ബിഗ് ബോസ് നിർത്തുക. അണ്ണൻ ഇതിൽ പറയുന്നുണ്ടാണ്, എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല എന്ന് അണ്ണൻ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിൽ ഓട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻസ് ഉണ്ട്. അണ്ണൻ പറയുന്ന കാര്യമാണ്, പക്ഷെ ഫീൽഡ് ഔട്ട് ആയിപ്പോയി. നീ ഫീൽഡ് ഔട്ട് ആയിപ്പോയെന്ന് എവിടെ നിന്ന് വന്നതെന്ന് അറിയുമ്പോൾ തൊപ്പി ഊക്കി വിട്ടതാണ്. അതിനുശേഷം അണ്ണനെ ഫീൽഡ് ഔട്ട് ആയെന്നാണ് പറയുന്നത്. പിന്നെ ബിഗ് ബോസിലോട്ട് അണ്ണന് താല്പര്യമില്ല, അണ്ണൻ വിളിച്ചാലും പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. പണ്ടൊരിക്കൽ ജിനൂസ് എന്ന് പറയുന്ന ബ്രോ വിളിച്ച് നിങ്ങളൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് യൂട്യൂബിൽ തന്നെ. ജിനൂസ് പ്രാങ്ക് ചെയ്ത സമയത്ത് ബിഗ് ബോസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അപ്പം നിങ്ങൾ താല്പര്യമുണ്ട്, ഞാൻ ഉറപ്പാണ് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അത്രയും ഇൻട്രസ്റ്റ് കാണിച്ച വ്യക്തിയായ നിങ്ങളായ ആറാട്ടണ്ണൻ ഇപ്പം പറയുന്നത്, എന്നെ വിളിച്ചാലും ഞാൻ പോകത്തില്ല, വിളിക്കില്ല നിങ്ങൾക്ക് ഉറപ്പായി, അതുകൊണ്ട് നിങ്ങൾ പോകത്തില്ല. മനസ്സിലായ? വിളിക്കത്തില്ല, അത് നിങ്ങൾക്ക് ഉറപ്പായതുകൊണ്ടായിരിക്കണം നിങ്ങളത് പറയുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ വിളിച്ചാലും പോകാതിരിക്കാനുള്ള വ്യക്തിയല്ല ആറാട്ടണ്ണൻ എന്ന് എനിക്ക് അന്നത്തെ ജിനൂസിൻ്റെ ലൈവിൽ നിന്ന് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും നമ്മുടെ വിഷയം അതല്ല. ആറാട്ടണ്ണൻ, നിങ്ങൾ ഈ ഗ്യാപ്പിൽ കൂടി നമ്മൾ ആരെ അറിയിച്ചില്ല. ഒന്നുമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാമായിരുന്നു. ഒരു ഇൻ്റർവ്യൂ കണ്ട് ഞാനും വന്ന് അതിലൊരു ഭാരവാഹിയായിരുന്നു. അതായത് വേറൊന്നുമില്ല, റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആറാട്ടണ്ണന് പെണ്ണ് കിട്ടി എന്നുള്ള കാര്യം ഞാനും എൻ്റെ ഒപ്പീനിയനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആറാട്ടണ്ണൻ ഇത്രയും എളുപ്പം തന്നെ പോയിട്ട് ഇങ്ങനെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് കിടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ആശംസകൾ, എല്ലാം നല്ലതിന്, ഇനി നടക്കാൻ പോകുന്നതും നല്ലത് മാത്രം നടക്കട്ടെ. ആറാട്ടണ്ണൻ്റെ ലൈഫ് വളരെ വളരെ കളർഫുൾ ആകട്ടെ. പിന്നെ പെൺകുട്ടി പറയുന്ന പോലെ ക്യാമറ മറ്റേ ഇങ്ങനെ സ്മോക്കൊക്കെ ബാക്കിയിട്ടുള്ള പിടുത്തം അത് മാറ്റി പിടിച്ചാൽ കൊള്ളാമെന്ന് ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ കുഴപ്പമാണ്. ഇപ്പോൾ പെൺകുട്ടി പറഞ്ഞപ്പോൾ അണ്ണൻ ഇനി മാറ്റി പിടിക്കുമായിരിക്കും അല്ലേ, അറിയില്ല. എന്നാലും 2 മണിക്കൂർ മുന്നുള്ള ഫോട്ടോയിൽ മറ്റേ തലവത്തനെ പിടിച്ചുകൊണ്ട് തന്നെ അണ്ണൻ വരുന്നത്, ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസിനെ അടുത്ത് കുറ്റം പറയാം. അവന്മാർ എന്നെ എടുത്തില്ലല്ലോ, എന്തായാലും എനിക്ക് കുറ്റം പറയാം എന്നാണോ അണ്ണൻ ചിന്തിച്ചത്? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അണ്ണൻ ആയതുകൊണ്ട് നമുക്ക് എന്തും പറയാൻ പറ്റൂലേ. ഏത് രീതിയിലാണ് അണ്ണൻ്റെ ചിന്താഗതി പോണതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. വേറെ ലെവലാണ് അണ്ണൻ എക്സ്ട്രാ ഓർഡിനറി കരിക്കുലർ ആക്ടിവിറ്റീസ് ലെവലിലാണ് അണ്ണൻ ചിന്തിക്കുന്നത്. എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ മഞ്ജുഷയുമായിട്ട് കണ്ടുമുട്ടിയല്ലോ. ഇനി എന്താണ് കാണാൻ പോകുന്നതെന്നും എന്താണ് നടക്കാൻ പോകുന്നതെന്നും എനിക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം അണ്ണനെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞ ഈ ലോകത്തിലെ ഏക പെൺകുട്ടിയാണ് ഈ മഞ്ജുഷ. അതുകൊണ്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചരിത്രമാണോ, ചരിത്രത്തിനപ്പുറത്ത് എന്തെങ്കിലും ആണോ എന്ന്. എന്തായാലും വരാൻ പോകുന്നത് നല്ലത്, വന്നതും നല്ലത്, ഇനി നടക്കാൻ പോകുന്നത് നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ആറാട്ടണ്ണൻ ഈ ഒരു റിലേഷൻ ഇതെന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ആറാട്ടണ്ണൻ്റെ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാം നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നു. ബൈ.